ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനുഷ്യജന്മത്തിൻ്റെ മഹത്വം അറിയുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയുകയില്ല. അത്രയും മഹത്തായ അവസരമാണ് മാനവജന്മം. സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് മനുഷ്യരാണ്. മറ്റ് ജീവികൾക്ക് ഇന്ദ്രിയങ്ങളുടെ കഴിവിൽ മനുഷ്യനേക്കാൾ കൂടുതൽ കഴിവുണ്ടെങ്കിലും ഇന്ദ്രിയാതീതമായ കഴിവ് നേടാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം എത്ര നിസാരമായ കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മം ഈശ്വര അർപ്പണമായി ചെയ്തുകൊണ്ട് കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ അഹംബോധവും ഇല്ലാതെ എല്ലാം തന്നെ ആ സർവേശ്വരന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഏറ്റവും ഉത്കൃഷ്ടമായതായിരിക്കും. അപ്രകാരം ഉത്കൃഷ്ടമായ ഒരു ജീവിതചര്യയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ജീവിതം ധന്യമാക്കി തീർക്കാൻ നാം വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ജീവിതം അവസാനിക്കാനുള്ള അറിവും നേടണം. സത്യത്തിൽ മൃദുലസ്മേര മുഖമുട്ടൊന്നു കാണുവാൻ ചെയ്യും പരിശ്രമം പോലും പരമാനന്ദ കാരണം. അതുപോലെ സത്യത്തിൻ മൃദുലസ്മേരം, സന്തോഷകരമായ നമ്മുടെ മുഖഭാവം മറ്റുള്ളവർക്ക് ദർശിച്ച് കൃതാർത്ഥരായി തീരാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. അത് നമുക്ക് സന്തോഷത്തിന് കാരണമായി മാത്രമേ ഭവിക്കുകയുള്ളൂ. മുക്തി സമ്പാദനത്തിനു യത്നിക്കാത്തൊരു ജീവിതം നിരർത്ഥമാണീയുലകിൽ എത്ര താൻ മാന്യമാകിലും. നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്? നാം നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടി. അത് നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. അതാണ് മുക്തി സമ്പാദനത്തിന്. ഈ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രമാകാൻ വേണ്ടി നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ നിരർത്ഥമാണ് ഈ ഉലകിൽ. ഈ ലോകത്ത് നമ്മുടെ ജീവിതം ഒരർത്ഥവും ഇല്ലാത്തതാണ്. എത്ര താൻ മാന്യനാകിലും, എത്ര ഉന്നതമായ അവസ്ഥയിലെത്തിയ ആളായാലും ശരി, മുക്തി സമ്പാദനത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഈ ജീവിതം ഒരർത്ഥവും ഇല്ലാത്തതാണ്. നിരർത്ഥമാണീ ഉലകിൽ എത്ര താൻ മാന്യനാകിലും. ഇന്ത്യൻ പ്രസിഡൻ്റായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും അമേരിക്കൻ പ്രസിഡൻ്റായാലും മുക്തി സമ്പാദനത്തിന് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ആ സ്ഥാനവും മാനവും നിലയും വിലയും ഒക്കെ ഒരർത്ഥവുമില്ലാത്തത്. നിരർത്ഥമാണീ ഉലകിൽ എത്ര താൻ മാന്യമാകിലും. മുക്തി സമ്പാദനത്തിനു യത്നിക്കാത്തൊരു ജീവിതം നിരർത്ഥമാണീയുലകിൽ എത്ര താൻ മാന്യനാകിലും. ഈ 4 വരികളിൽ നമ്മെ ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കുന്നത് നാം അസ്വതന്ത്രമായ ജീവിതാവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ ഉതകുന്ന വിധത്തിൽ ആയിരിക്കണം. ആ ഉത്കൃഷ്ടമായ അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ, മോക്ഷം എന്നാൽ സർവ കെട്ടുപാടുകളിൽ നിന്നും പരിപൂർണ സ്വതന്ത്രാവസ്ഥയിൽ എത്തിച്ചേരുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് നാം നേടേണ്ടത്. മരണശേഷം കിട്ടുന്ന ഒന്നല്ല ഈ മോക്ഷം എന്ന് പറയുന്നത്. അതിനാൽ അത് സമ്പാദനത്തിന് നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടിയതാണെങ്കിലും അതൊക്കെ നിരർത്ഥമാണ്.
മുക്തി സമ്പാദനത്തിനു യത്നിക്കാത്തൊരു ജീവിതം നിരർത്ഥമാണീയുലകിൽ എത്ര താൻ മാന്യനാകിലും.